അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാഠം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത പാഠത്തിന്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ എടുക്കുന്ന ഭാഗം. മനസ്സിലായോ? കുൻ അഹദസബ, ഏഴിൽ ഒരാൾ നീ ആവുക എന്ന രണ്ടാമത്തെ ഭാഗം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരാളെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ആറാളെ കുറിച്ചാണ് പറയാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇമാമുൻ ആദിലും നീതിമാനായ ഭരണാധികാരിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തത് കാല സുലൈമാൻ പറഞ്ഞു. വത്താനി, രണ്ടാമത്തതാകുന്നത് യാ ഔലാദി, കുട്ടികളെ, രണ്ടാമത്തതാകുന്നത് ആരാണ്? ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, ശാബുൻ യുവാവാകുന്നു. ശാബുൻ യുവാവാകുന്നു. എങ്ങനത്തെ യുവാവ്? നശഅ, അവൻ വളർന്നിരിക്കുന്നു, അവൻ ജീവിക്കുന്നു. ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ട് തന്റെ ജീവിതകാലം മുന്നോട്ടേക്ക് നയിക്കുന്നു. അങ്ങനെയുള്ള യുവാവിനാകുന്നു രണ്ടാമത്തെ സ്ഥാനം. മനസ്സിലായതിൽ നമ്മൾ അർശിന്റെ സ്ഥാനം ലഭിക്കുന്ന ഏഴാം സ്ഥാനം കുറിച്ചു. ഒന്ന് ഇമാമുൻ ആദിലുൻ, സെക്കൻഡ് ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിതം കഴിച്ചു കൂട്ടുന്ന ഒരു യുവാവാകുന്നു രണ്ടാമത്തെ. യുവാവല്ല, മനുഷ്യൻ. മനസ്സിലായോ? അപ്പൊ യുവാവ് യുവതികൾ വിടുപോകുന്നൊരു സംശയം. ഇവിടെ യുവാവ് എന്നൊക്കെ പറയുന്നത് എന്ത്? ഒരു ആലങ്കാരം. അത് ആരായാലും എന്താണ്, അവർക്കൊക്കെ അർശിന്റെ തണൽ ലഭിക്കുന്നതാണ്. പിന്നെ ഹുനാലിക, അവിടത്തിൽ എന്ത്? ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ് എന്ന് സുലൈമാനായ പിതാവ് പറഞ്ഞു. എന്നിട്ട് ഹുനാലിക, അവിടെ, എവിടെ? ഈ ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ് എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ ശൈഖ് എന്ത് ചെയ്തു? നിന്നു. മനസ്സിലായോ? അങ്ങനെ ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ് എന്ന് പറഞ്ഞതിന് ശേഷം ഇമാം നമ്മുടെ ശൈഖ് നമ്മുടെ ഉപ്പ സുലൈമാൻ നിന്നു, എഴുന്നേറ്റു നിന്നു. മനസ്സിലായോ? എന്നിട്ട് പിതാവ് എഴുന്നേറ്റ് നിന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്തു? അവിടെ നിർത്തി. മനസ്സിലായോ? അപ്പൊ അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു വക്കാൽ, എന്നിട്ട് പറഞ്ഞു യുംകിനു കുല്ല വാഹിദിൻ മിൻകും, യുംകിനു സാധ്യമാണ്, യുംകിനു സാധ്യമാകുന്നു, കുല്ല വാഹിദിൻ മിൻകും നിങ്ങളിലുള്ള ഓരോരുത്തർക്കും സാധ്യമാകുന്നു. എന്തെനിക്ക്? അയ്യകൂന ദാലിക ശബാബ സഈദ, വിജയിയായ ആ യുവാവ് ആവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധ്യമാകുന്നു. യുംകിനു കുല്ല വാഹിദിൻ മിൻകും നിങ്ങളിലുള്ള ഓരോരുത്തർക്കും സാധ്യമാകുന്നു. മനസ്സിലായോ? നിനക്കും പറ്റും, നിനക്കും പറ്റും, നിനക്കും പറ്റും, എല്ലാ ഓരോരുത്തർക്കും പറ്റും. എന്തിനേക്ക്? അയ്യകൂന ദാലിക ശബാബ സഈദ, വിജയിയായ. മനസ്സിലായോ? അർശിന്റെ തണൽ ലഭിക്കുന്ന ആ വിജയിയായ ആ യുവാവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധ്യമാകുന്നു. വലാകിൻ, പക്ഷേ, ഇദാ വയ്യാൽതും, നിങ്ങൾ പായാക്കിയാൽ, നിങ്ങൾ പായാക്കിയാൽ, വേസ്റ്റാക്കിയാൽ, ചാൻസ്, അവസരം. എന്തിന്റെ അവസരം? അശബാബി, യുവത്വം പ്രാപിച്ചതിനു ശേഷമുള്ള നിങ്ങളുടെ ആ ചാൻസ്, അഥവാ യുവത്വം പ്രാപിച്ചതിനു ശേഷമുള്ള അവസരം. മനസ്സിലായോ? നിങ്ങൾ പാഴാക്കി കളഞ്ഞാൽ എന്ത്? ഫുർസത്ത് ശബാബി, എന്ത്? യുവത്വം പ്രാപിച്ചതിന്റെ ചാൻസ്, അഥവാ യുവത്വം പ്രാപിച്ച യുവാവായതിനു ശേഷമുള്ള നിങ്ങളുടെ ആ അവസരം, യുവത്വത്തെ നിങ്ങൾ പാഴാക്കിയാൽ എന്നർത്ഥം. ഇതാ ഫുർസത്ത് ശബാബ്, ശബാബ് എന്ന് പറഞ്ഞാൽ യുവത്വം പ്രാപിക്കൽ. അപ്പൊ യുവത്വം പ്രാപിച്ചതിന് ശേഷമുള്ള ചാൻസ്, അഥവാ യുവാവായതിനു ശേഷമുള്ള നിങ്ങളുടെ ചാൻസ് നിങ്ങൾ പാഴാക്കി കളഞ്ഞാൽ, ലൈസലക്കും അപ്പോൾ നിങ്ങൾക്ക് ഇല്ല, ഇല്ലൽ ഹസ്റതു വന്നദാമതു, ഇല്ലൽ ഹസ്റതു, പരിതാപം, പരാജയം. ഹസ്റത്ത്, പരാജയം. ലൈസലക്കും, നിങ്ങൾക്കില്ല എന്നല്ലാതെ, ഇല്ലൽ ഹസ്റതു, പരാജയമല്ലാതെ, പിന്നെ എന്തും, വന്നദാമതു, ഖേദം. രണ്ടാമത് ഖേദം.
അപ്പൊ നദാമത്തും ഹസനത്തും അല്ലാതെ നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. എപ്പോൾ ഇതാ ലയ്യാഅതും ഫുർസത ശബാബി, ഈ യുവാവായാലുള്ള നിങ്ങളുടെ ഈ അവസരം, ഈ നിയൽ ആർഷിന്റെ തണൽ ലഭിക്കുക എന്ന അവസരം നിങ്ങൾ പാഴാക്കി കളഞ്ഞാൽ നിങ്ങൾക്ക് ഖേദവും പരാജയവും അല്ലാതെ മറ്റൊന്നും ലഭിക്കുകയില്ല. മനസ്സിലായോ? അപ്പൊ യുവത്വത്തിന് എന്താവും കാരണം? യുവാവായാല് ഇപ്പൊ യുവാവാകുമ്പോ എന്താണ്? അവന്റെ ദേഹേച്ഛകൾ എന്താകും? ഒരിക്കലും അല്ലാഹുവിനെ ആരാധിക്കാനുള്ള പ്രചോദനമായിരിക്കുകയില്ല നൽകുന്നത്. നമുക്ക് വൈദ്യുതിയ പ്രചോദനങ്ങളായിരിക്കും, പ്രലോഭനങ്ങളായിരിക്കും ആര്? നമ്മുടെ ദേഹേച്ഛകൾ നൽകുന്നത്. അപ്പോ ആ ദേഹേച്ഛകളൊക്കെ സ്വന്തം കൺട്രോൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ ആരാധിച്ചാൽ അത് കുറച്ച് പ്രയാസമുള്ള പണി തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ വയസ്സായ എന്താ? നമ്മുടെ നാട്ടിലുള്ള പള്ളികളിലുള്ള ആൾക്കാരെ അധികം വയസ്സന്മാരാണ്. കാരണം എന്താ? അവർക്ക് മരണത്തെ പേടി വരുന്ന സമയമാണ്. അപ്പൊ എന്താ? കുറെ ആൾക്കാർ പള്ളിയിലേക്ക് വരും. അപ്പൊ അതല്ല, സ്വന്തം ദേഹേച്ഛയോട് പോരാടിക്കൊണ്ട് അല്ലാഹുവിൽ അടുക്കുക. അത്തരം ഒരു യുവാക്കൾക്ക്, അത്തരം ഒരു യുവത്വത്തിലുള്ളവർക്ക് എന്താകും? അർശിന്റെ തണല് ഉണ്ട് എന്ന് പറയുന്നു. പിന്നെ മൂന്നാമത്തത് റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസ്ജിദി ഫിൽ മസാജിദി. റജുലുൻ ഒരു പുരുഷനാകുന്നു. ഏതാണ് ആ പുരുഷൻ? ഖൽബുഹു അവന്റെ ഹൃദയമാകുന്നത് മുഅല്ലഖുൻ ഫിൽ മസാജിദി പള്ളികളിലായി ബന്ധിക്കപ്പെട്ടതാകുന്നു ആ മനുഷ്യന്റെ ഹൃദയം. മനസ്സിലായോ? റജുലുൻ ഒരു പുരുഷനാകുന്നു മൂന്നാമത്തെ വ്യക്തി. അപ്പൊ രണ്ടെണ്ണം നമ്മളിപ്പോ രണ്ടെണ്ണം പറഞ്ഞു. ഇമാമിന് ആദ്യം പറഞ്ഞു ഷാഫിന്റെ ഷറഫി ഇബാദത്തില്ല. ഇനി അടുത്തത് ഏത്? റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദി അവന്റെ ഹൃദയം എന്താകുന്നു? ഹൃദയം പള്ളികളുമായി നിരന്തരം ബന്ധപ്പെട്ട് കിടക്കുന്നവരായിരുന്നു. അങ്ങനെയുള്ള ഒരുത്തിനേക്കും അർശിന്റെ തണലുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ കാലൽ ഔലാദു, അപ്പോൾ കുട്ടികൾ പറഞ്ഞു. കാലൽ ഔലാദു കുട്ടികൾ പറഞ്ഞു. ഹുവ അത് ആര്? ഈ റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദി എന്ന ആ പുരുഷനുണ്ടല്ലോ, ഹുവ അയാള് ആരെ പോലെയാണ്? കശൈഖി അബ്ദുൽ അനീ ഫി ഹയ്യിന. ഹുവ അവനാകുന്നത് കശൈഖി. ശൈഖ് എന്ന് പറഞ്ഞത് നമ്മുടെ കുറച്ച് പ്രായമായ ഒരു അറബിക്ക് പറയുന്ന പേരാണ് ഇത്. ശൈഖ് അഭിസംബോധന ചെയ്യുന്നത് അഥവാ നമ്മള് വയസ്സായ അഥവാ ഏത് നമ്മുടെ അബ്ദുൽ അനീ എന്ന നമ്മളെ കാട്ടി മുതിർന്ന ആ വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹത്തെ പോലെയാകുന്നു ഏത്? റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദി എന്ന കാറ്റഗറിയിൽപ്പെട്ട ആരാകുന്നു? കശൈഖി നമ്മുടെ നാട്ടിലുള്ള അബ്ദുൽ അനീ എന്ന ആ ഉപ്പാപ്പുണ്ടല്ലോ, ആ ഉപ്പാപ്പയെ പോലെയാകുന്നു. ഫി ഹയ്യിന നമ്മുടെ കോളനിയിലുള്ള, ഹയ്യ് കോളനി, മനസ്സിലായോ? ഫി ഹയ്യിന നമ്മുടെ കോളനിയിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമത്തിലുള്ള, നമ്മുടെ ഗ്രാമത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കോളനിയിലുള്ള നമ്മുടെ അബ്ദുൽ അനീ എന്ന ഉപ്പാപ്പനെ പോലെയാകുന്നു ഈ റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഫുലാൻ ഉണ്ടല്ലോ, അവനെ പോലെയാകുന്നു. ഫഇന്നഹു തീർച്ചയായും അബ്ദുൽ അനീ എന്നയാൾ ആ ഫുലാൻ ലാ യർതാഹു അവൻ ഉന്മേഷത്തിലാവുകയില്ല. യർതാഹു അവൻ ഉന്മേഷത്തിലാവുകയില്ല. അപ്പൊ ഇർതാഹ് ഉന്മേഷത്തിലാവുക. ലാ യർതാഹു അവൻ ഉന്മേഷത്തിലാവുകയില്ല. ഇല്ലാ ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് പോകുന്നതിലല്ലാതെ അവന് ഉന്മേഷത്തിലാവുകയില്ല. അപ്പൊ എനിക്ക് ഒരു ഉന്മേഷം കിട്ടുന്നത് എന്താ? പള്ളിയിലേക്ക് പോകുന്നതിൽ. എപ്പോഴും പള്ളിയിലേക്ക് വരിക അവനിക്കൊരു അതൊരു ആവേശമായിരുന്നു. മനസ്സിലായോ? ലാ യർതാഹു ഇല്ലാ ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് വരലല്ലാതെ അവനിക്കൊരു ആവേശമില്ല, ഉന്മേഷമില്ല. വലാ യഫൂതുഹു അവനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. വലാ തഫൂതുഹു അവനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. എന്ത്? ജമാഅത്തുൻ ഒരു ജമാഅത്ത് നമസ്കാരം അവനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. വലാ നദുന്നുഹു നമ്മൾ അവനെ ഭാവിക്കുന്നില്ല. വലാ നദുന്നുഹു നമ്മൾ അവനെ ഭാവിക്കുന്നില്ല, കരുതുന്നില്ല. എന്ത്? യബീതു ഇല്ലാ ഫിൽ മസ്ജിദി പള്ളിയിലല്ലാതെ താമസിക്കും. മനസ്സിലായോ? യബീതു അവൻ താമസിക്കും. എവിടെ? ഇല്ലാ ഫിൽ മസ്ജിദി പള്ളിയിലല്ലാതെ താമസിക്കും എന്ന് നമ്മൾ കരുതുന്നില്ല. അവനപ്പോ എന്താ? പള്ളി തന്നെ അവന്റെ സ്ഥിരതാമസം എവിടെ? പള്ളി തന്നെയാകുന്നു. മനസ്സിലായോ? അബ്ദുൽ അനീ എന്ന ഫുലാനിനെ നമ്മൾ കരുതുന്നില്ല എന്തായിട്ട്? യബീതു അവൻ ഉറങ്ങും, കിടന്നുറങ്ങും, താമസിക്കും. എവിടെ? ഇല്ലാ ഫിൽ മസ്ജിദി
പള്ളിയിലല്ലാതെ പള്ളിയിലല്ലാതെ യബീത്തും അവൻ താമസിക്കും എന്ന് നമ്മൾ എന്താവുന്നില്ല, കരുതുന്നില്ല. പള്ളിയിലല്ലാതെ അവൻ മറ്റൊരു സ്ഥലത്ത് താമസിക്കുമെന്ന് നമ്മൾ കരുതുന്നില്ല. കാല സുലൈമാൻ, അപ്പൊ സുലൈമാനായ പിതാവ് പറഞ്ഞു, എന്ത്? ലാ യാ ഔലാദി, ഒരിക്കലുമില്ല. മനസ്സിലായോ? അങ്ങനെ അവൻ ഒരിക്കലും പള്ളിയിലല്ലാതെ മറ്റു സ്ഥലത്ത് വീടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോഡ്ജിലോ ഇതൊന്നും അവൻ താമസിക്കുകയില്ല. ലാ, ഒരിക്കലുമില്ല. മനസ്സിലായോ? അങ്ങനെ അവൻ ഒരിക്കലും താമസിക്കുകയില്ല. വലാകിന്നഹു, പക്ഷേ എന്താണ്? മുഹാഫിളുൻ അല സ്വലാത്തി വൽ ജമാഅത്തി. പക്ഷേ എന്താകുന്നു? അവൻ മുഹാഫിളുൻ, അവൻ സൂക്ഷ്മത പാലിക്കുന്നവനാകുന്നു. അലസ്വലാത്തി, നിസ്കാരത്തിന്റെ മേൽ, നിസ്കാരം എപ്പോഴും അവൻ കൊണ്ടു നടക്കുന്നവനാകുന്നു. മനസ്സിലായോ? ഉണ്ടല്ലോ. അപ്പൊ എന്ത്? നിങ്ങൾ നിസ്കാരത്തെ ഒന്ന് എന്താവൂ, കാര്യക്ഷമമാക്കിയെടുക്കുക. നിങ്ങൾ വലാകിന്നഹു, പക്ഷേ അവൻ മുഹാഫിളുൻ, അവൻ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നവനാകുന്നു. അലസ്വലാത്തി വൽ ജമാഅത്തി, ജമാഅത്ത് നമസ്കാരത്തിലും മറ്റു നിസ്കാരങ്ങളിലുമായി അവന് എപ്പോഴും എല്ലാ നിസ്കാരങ്ങളെയും ജമാഅത്തിനൊക്കെ അവന് കാത്തു സൂക്ഷിക്കുന്നവനാകുന്നു. എപ്പോഴും ജമാഅത്തിന് നിസ്കാരം ഇതുമായി ബന്ധപ്പെടുന്നവനാകുന്നു. അല്ലാതെ ഒരു ദിവസം നിസ്കരിച്ച് പിന്നെ അടുത്ത വെള്ളിയാഴ്ച ആവാൻ കാത്തു നിൽക്കുന്നവനല്ല. മനസ്സിലായോ? ഒരു ജമാഅത്തിന് വന്ന് പിന്നെ അടുത്ത വെള്ളിയാഴ്ച ജമാഅത്തിന് വേണ്ടി കാത്തിരിക്കുന്നവനല്ല. എപ്പോഴും നിസ്കാരം ജമാഅത്ത് അതിന്റെ മേൽ എന്താകുന്നു? അവന്റെ ചര്യയെ ആക്കി മാറ്റിയിരിക്കുന്നു. പിന്നെ വഖദ് അഖ്ബറനി, എന്നോട് അറിയിച്ചിരിക്കുന്നു. വഖദ് അഖ്ബറനി, എന്നോട് വാർത്ത അറിയിച്ചിരിക്കുന്നു. എന്ത്? അന്നഹു, തീർച്ചയായും അബ്ദുലാനി എന്നയാള് മാ ഫാതതുഹു, അവനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. മാ ഫാതതുഹു, അബ്ദുലാനി എന്ന ഫുലാനിക്ക് ശൈഖിനിക്ക് എന്തായിട്ടില്ല? നഷ്ടപ്പെട്ടിട്ടില്ല. എന്ന് സ്വലാത്തുൻ, ഒരു നമസ്കാരം പോലും നഷ്ടമായിട്ടില്ല. ഈ ജമാഅത്തിലായിക്കൊണ്ടുള്ള നിസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല. അല്ലാതെ അല്ലാഹ് പോയോന്നല്ല, അവർക്ക് ജമാഅത്തായ ഒരു നിസ്കാരം പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അഖ്ബറിനെ, എന്നോട് ഒരാള് വാർത്ത അറിയിച്ചു, എന്നോട് പറഞ്ഞിരിക്കുന്നു. എപ്പോ മുതൽ? മുൻദു ആശീരി സനവാത്തിൻ ഔ അക്തറ, 10 വർഷം. മനസ്സിലായോ? 10 വർഷം അല്ലെങ്കിൽ അതിലധികം, അഥവാ ചുരുങ്ങിയ 10 വർഷം അവനിക്ക് നിസ്കാരം നഷ്ടപ്പെട്ടിട്ടേ ഇല്ല. 10 വർഷം മുതൽ അല്ലെങ്കിൽ 10 വർഷത്തിന് മേൽ അവനിക്ക് ജമാഅത്ത് നഷ്ടമായിട്ടേ ഇല്ല. അതാ പറഞ്ഞത്, നിസ്കാരം ജമാഅത്ത് എന്നതിന്റെ മേൽ അവന് സൂക്ഷ്മത പാലിക്കുന്നവനാകുന്നു. അപ്പോ മൂന്നാമത്തത് നമ്മൾ പറഞ്ഞത് റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, പള്ളിയുമായി അവന്റെ ഹൃദയം എപ്പോഴും ബന്ധപ്പെട്ടവനാകുന്നു എന്നത്. മനസ്സിലായോ? അപ്പൊ എന്താ? വീട്ടിലേക്കും ഒരു ആശ്വാസം കിട്ടില്ല. അപ്പൊ എന്താവും? പള്ളിയിലേക്ക് വരും. 1ാം ക്ലാസ്സിലേക്ക് ആദ്യം പഠിക്കുന്ന ടൈമൊക്കെ എന്താണ്? വീടുമായിട്ട് നമ്മളെ ഹൃദയമായിരുന്നു. അപ്പൊ എന്താണ്? നമുക്ക് എപ്പോഴും വീട്ടിൽ ഉമ്മാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കും. കിട്ടുന്ന ടൈമൊക്കെ ഉമ്മാനെ വിളിക്കും, ഉസ്താദ് ഫോൺ ചോദിച്ചിട്ട് ഇങ്ങനെ വിളിക്കുമല്ലോ. അപ്പൊ നമ്മുടെ ഹൃദയങ്ങളൊക്കെ എന്തായിരുന്നു? വീട്, ഉമ്മ, ഉപ്പ, അനുജന്മാർ, അനിയത്തി, അങ്ങനെയുള്ള കാര്യങ്ങളുമായി നമ്മുടെ ഹൃദയം ബന്ധപ്പെട്ടതായിരുന്നു. അങ്ങനെ എന്തായി? അപ്പൊ നമ്മളെന്താവും? അതിനടക്കായി വീട്, അതിനുമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു നമ്മുടെ ചിന്തയും പ്രവൃത്തിയും ഒക്കെ. മനസ്സിലായി? പഠിക്കൂല, ചിന്ത. അപ്പൊ പള്ളിയുമായി ബന്ധപ്പെട്ടാലോ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ നേരെ പള്ളിയിലേക്ക് വരും. ചിലപ്പോൾ അടിച്ചു വരും, വൃത്തിയാക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ നിസ്കരിക്കും. അത്തരം കാര്യങ്ങളാണ് റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? പിന്നെ എന്ത്? 4ാമത്തേത് റജുലാനി തഹാബ്ബാ ഫില്ലാഹി വജ്തമഅ അലൈഹി വതഫറഖ അലൈഹി. 4ാമത്തേത് റജുലാനി, 2 പുരുഷന്മാരാകുന്നു, അഥവാ 2 സ്ത്രീകൾ, 2 പുരുഷന്മാർ, അഥവാ 2 യുവത്വത്തിലുള്ളവരാകുന്നു, 2 പുരുഷന്മാരാകുന്നു, പിന്നെ 2 മനുഷ്യന്മാരാകുന്നു. തഹാബ്ബാ, അവർ പരസ്പരം ഇഷ്ടപ്പെട്ടിരിക്കുന്നു. മനസ്സിലായോ? അവർ 2 പേരും പരസ്പരം ഇഷ്ടത്തിലായിരിക്കുന്നു. എങ്ങനെ? ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലായിക്കൊണ്ട്. മനസ്സിലായോ? അല്ലാഹുവിന്റെ മാർഗത്തിലായിക്കൊണ്ട്, അതോ നല്ല കാര്യത്തിന്റെ മേൽ അവരെന്തായിരിക്കുന്നു? കൂട്ടുകൂടിയിരിക്കുന്നു. വജ്തമഅ അലൈഹി, അവർ കൂട്ടുകൂടിയത് എന്തിന്റെ മേലാണ്? അല്ലാഹുവിലുള്ള എന്തിലായിരിക്കുന്നു? അല്ലാഹുവിനോടുള്ള സ്നേഹത്തിലായിരിക്കുന്നു അവര് കൂട്ടുകൂടിയിരിക്കുന്നത്. വതഫറഖ അലൈഹി, അവർ പിരിഞ്ഞു പോയതോ അല്ലാഹുവിന്റെ മാർഗത്തിലായിക്കൊണ്ട് തന്നെ അവര് പിരിഞ്ഞു പോവുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള 2 കൂട്ടുകാരാകുന്നു. മനസ്സിലായോ? അപ്പോ അവര് കൂട്ടുകൂടിയതും അവര്
രീതിയിലായിക്കൊണ്ടാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിലായിരിക്കുന്നു അവര്, സ്നേഹത്തിലായിരിക്കുന്നത്, അല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടതല്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള റജുലാനി തഹാബാ ഫില്ലാഹി ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, രണ്ട് പുരുഷന്മാർ അവരെന്തായിരിക്കുന്നു? ഇജ്തമഅ അലൈഹി, അവര് അള്ളാഹുവിന്റെ ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, അള്ളാഹുവിന്റെ മാർഗത്തിലായിക്കൊണ്ട് അവർ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. വതഫറഖ അലൈഹി, അവരെന്തായിരിക്കുന്നു? അള്ളാഹുവിന്റെ മാർഗത്തിലായിക്കൊണ്ട് തന്നെ പിരിഞ്ഞു പോവുകയും ചെയ്തു. അത്തരത്തിലുള്ള രണ്ട് കൂട്ടരാകുന്നു. അവർക്കും എന്തുണ്ട്? അള്ളാഹുവിന്റെ നാളെ ഖിയാമത്ത് നാളിൽ അർശിന്റെ തണൽ ഇവർക്കും ലഭ്യമാണ്. വൈദാകാലത്തും നിങ്ങൾ ഉദ്ദേശിച്ചാൽ ആ രണ്ടുപേരെ കാണാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആ രണ്ടുപേരെയും എന്ന ആ രണ്ട് പുരുഷന്മാരെ രണ്ടുപേരെ നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, അവരെന്തായിരിക്കുന്നു? അള്ളാഹുവിന്റെ മാർഗത്തിലായിക്കൊണ്ട് ഇഷ്ടപ്പെട്ടവരാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലായിക്കൊണ്ട് അവരെന്താവുന്നു? കൂടിച്ചേരുന്നു. അവര് അള്ളാഹുവിന്റെ ഇഷ്ടത്തിൽ തന്നെ എന്താകുന്നു? അവര് പിരിഞ്ഞു പോവുകയും ചെയ്തിരിക്കുന്നു. അല്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ട്, അല്ലാതെ പിന്നെ അള്ളാഹുവിന് കോപം ഉണ്ടാവുന്ന കാര്യം ചെയ്തുകൊണ്ട് പിരിഞ്ഞു പോയവരെല്ലാം അവർ ഇഷ്ടപ്പെട്ട് കണ്ടുമുട്ടിയതും വേർപിരിയുന്നതും ഒക്കെ എന്താകുന്നു? അള്ളാഹുവിന്റെ ഇഷ്ടത്തിലായിരിക്കുന്നു, അള്ളാഹുവിന് തൃപ്തികരമായ രീതിയിലായിരിക്കുന്നു. അങ്ങനെയുള്ള രണ്ട് കൂട്ടുകാർ. അപ്പൊ അവരെന്താകും? നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് നടക്കുന്നവരാകുന്നു ഈ റജുലാനിയോട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ കണ്ടുപിടിക്കാൻ കൂട്ടുകൂടും, എന്നിട്ട് കഞ്ചാവ് അടിച്ച് പോകും, അങ്ങനെയുള്ള ടീമല്ല. മനസ്സിലായോ? സംസ്കരിക്കാൻ വരും, അങ്ങനെ കിറാത്ത് എല്ലാം കഴിഞ്ഞ് അവരെന്താകും? പോകും. നല്ല കണ്ടാലും അവർ പ്രശംസിക്കും, തിന്മാണ്ടാല് അവരെന്താകും? അതിനെ നിരോധിക്കാൻ, അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ കൽപ്പിക്കും. അങ്ങനെയുള്ള നല്ല കൂട്ടുകാർ അവർക്കും എന്തുണ്ട്? അള്ളാഹുവിന്റെ തണലുണ്ട്. അപ്പൊ ഈ സ്വാലിഹ്, ഹംസ എന്നിവരിലേക്ക് നിങ്ങൾ നോക്കൂ. ഹിന്ദി, ഒരുത്തൻ ഇന്ത്യയിൽ നിന്നുള്ളവനാകുന്നു. മറ്റേയാള് ബുഖാറയിൽ നിന്നുള്ളവനാകുന്നു. മനസ്സിലായോ? ഹിന്ദി, ഒരുത്തൻ ബുഖാറയിൽ നിന്നും മറ്റൊരുത്തൻ ഇന്ത്യയിൽ നിന്നുമുള്ളവനാകുന്നു. അവൻ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള അവൻ രണ്ടുപേരും എന്താകുന്നു? അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള രണ്ട് സഹോദരന്മാരാകുന്നു. ഒരുത്തൻ ഇന്ത്യയിൽ നിന്നുള്ളവനാകുന്നു, മറ്റൊരുത്തൻ ബുഖാറയിൽ നിന്നുള്ളവനാകുന്നു. പക്ഷേ അവർ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള രണ്ട് സഹോദരങ്ങളാകുന്നു. നിങ്ങളിലുള്ള ഓരോരുത്തർക്കും സാധ്യമാണ്. സാധ്യമാകുന്നു. ആർക്ക്? നിങ്ങളിലുള്ള ഓരോരുത്തർക്കും സാധ്യമാകുന്നു. എന്ത്? ഈ ശ്രേഷ്ഠത എത്തിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധ്യമാകുന്നു. നിങ്ങളിലുള്ള ഓരോരുത്തർക്കും സാധ്യമാകുന്നു. എന്ത്? ഈ മഹത്തമായ ശ്രേഷ്ഠതയെ എത്തിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധ്യമാകുന്നു. അത് തിരഞ്ഞെടുക്കൽ കൊണ്ടാണ്, സെലക്ട് ചെയ്യൽ കൊണ്ടാണ്. തിരഞ്ഞെടുക്കൽ കൊണ്ടാണ്. അവന്റെ ഓരോരുത്തർക്കും സാധ്യമാണ്. എന്ത്? അവർ തിരഞ്ഞെടുക്കൽ കൊണ്ട് അവരുടെ ക്ലാസ്സിൽ നിന്ന് പിന്നെന്തും നല്ല നല്ല കൂട്ടുകാരിൽ നിന്നും തിരഞ്ഞെടുക്കുക. എന്ത്? അത് തിരഞ്ഞെടുക്കൽ കൊണ്ടാകുന്നു. അത് അതാകുന്നത്. അത്
അവന്റെ ക്ലാസ്സിൽ നിന്ന് തിരഞ്ഞെടുക്കുക. വറുഫഖതിഹി സ്വാലിഹ നല്ല നല്ല കൂട്ടുകാരിൽ നിന്നും തിരഞ്ഞെടുക്കുക. മിനൽ ഔലാദി കുട്ടികളിൽ നിന്ന്, മനസ്സിലായോ? കുട്ടികളിൽ നിന്ന് സ്വന്തം ക്ലാസ്സിൽ നിന്ന് ആരെ തിരഞ്ഞെടുക്കണം? അവന്റെ നല്ല നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. മനസ്സിലായോ? ക്ലാസ്സിൽ നിന്ന് തിരഞ്ഞെടുക്കണം. പിന്നെ എന്ത്? നല്ല നല്ല കൂട്ടുകാരിൽ നിന്നും തിരഞ്ഞെടുക്കുക. മിനൽ ഔലാദി കുട്ടികളിൽ നിന്ന് നല്ല നല്ല കൂട്ടുകാരെ ഉണ്ടാവുക, തിരഞ്ഞെടുക്കുക. എന്നിട്ട് വയുസാദിഖഹു അവനോട് കൂട്ടുകൂടുകയും ചെയ്യുക. വയുസാദിഖഹു അവനോട് കൂട്ടുകൂടുകയും ചെയ്യുക. മനസ്സിലായോ? അപ്പൊ അവനോട് കൂട്ടുകൂടുകയും ചെയ്യുക. അതെങ്ങനെയാണ് നിങ്ങൾക്ക് എത്തിക്കുക? നല്ല നല്ല കൂട്ടുകാരിൽ നിന്ന് ഉണ്ടാവുക, തിരഞ്ഞെടുക്കുക. കുട്ടികളിൽ നിന്ന് നല്ല നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. എന്നിട്ട് എന്നിട്ട് ആ കൂട്ടുകാരോട് ഉണ്ടാവുക, നല്ല രീതിയിൽ പെരുമാറുക, ചങ്ങാത്തം കൂടുക. അവരോട് ചങ്ങാത്തം കൂടുകയും ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഈ ഫളീലത്ത് എത്തിക്കാൻ സാധ്യമാകുന്നു. അവൻ പരിശ്രമിക്കുന്നു. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ആ കൂട്ടുകാരൻ അവൻ പരിശ്രമിക്കുന്നു. അവൻ പരിശ്രമിക്കുന്നു എന്നിരിക്കെ അവന്റെ കൂട്ടുകാരൻ അവന്റെ കൂട്ടുകെട്ട് ആവുക. സ്വദാഖത്ത് കൂട്ടുകെട്ട്, അവന്റെ കൂട്ടുകെട്ടാവാൻ അവൻ പരിശ്രമിക്കുന്നു എന്നിരിക്കെ അവന്റെ കൂട്ടുകെട്ടാവാൻ പരിശ്രമിക്കുന്നു എന്തിനിക്ക്? ദീനിനിക്ക്. അവന്റെ കൂട്ടുകെട്ട് എന്തിനിക്കുള്ളതാകുന്നു? ദീനിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാകുന്നു. അല്ലാതെ എല്ലാവിധ നാട്ടിൽ പറയിപ്പിക്കുന്ന എല്ലാവിധ കാര്യങ്ങളിൽ ഏർപ്പെടുക, കഞ്ചാവ്, കള്ള്, മയക്കുമരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. ഇനി എന്തിനിക്കാകുന്നു? അവനെന്താകുന്നു? സുബീഖിനെ വേണ്ടി പോയി വിളിക്കുന്നു, സുബീസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നു. അങ്ങനെയുള്ള കൂട്ടുകാരനാകുന്നു. അതെന്താകുന്നു? അത് അവന്റെ കൂട്ടുകെട്ട് എന്തിനുള്ളതാകുന്നു? ദീനിക്ക് വേണ്ടിയുള്ളതാകുന്നു. അങ്ങനെയാണെങ്കിൽ അവനിക്കും അർശിന്റെ തണലുണ്ട്. മനസ്സിലായോ? അഞ്ചാമത്തേത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ എന്താക്കിയിരിക്കുന്നു? തുടർന്നിരിക്കുന്നു. തുടർന്നിരിക്കുന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പിന്തുടർന്നിരിക്കുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അദ്ദേഹത്തിന്റെ മേൽ അല്ലാഹുവിന്റെ രക്ഷയും സലാം ഒക്കെ ഉണ്ടാവട്ടെ. എന്തിനാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പിന്തുടർന്നത്? സൗന്ദര്യത്തിലാണോ? അല്ല. ചാരിത്രത്തിൽ. മനസ്സിലായോ? ചാരിത്രത്തിലായി യൂസുഫ് നബി അലൈഹി സ്വലാമിനെ എന്താക്കിയിരിക്കുന്നു? അവൻ പിന്തുടർന്നിരിക്കുന്നു. വല്ലമാനത്തി വിശ്വസ്തതയുടെ കാര്യത്തിലും അവൻ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പിന്തുടരുന്നു. എന്താണ് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ഇങ്ങനെ ചാരിത്രത്തിൽ പിന്തുടരാൻ കാരണം? യൂസുഫ് നബി അലൈഹി സ്വലാം ആ കൊട്ടാരത്തിൽ നിൽക്കുന്ന ടൈം സുലൈഖ ബീവിയെ എന്തായിരുന്നു? യൂസുഫ് നബി അലൈഹി സ്വലാമിനെ വശീകരിക്കാൻ സുലൈഖ ബീവി ശ്രമിച്ചു. അപ്പൊ യൂസുഫ് നബി എന്തായി? അതിൽ നിന്നുമൊക്കെ മാറി നിന്നു. അങ്ങനെ ഒരു പെണ്ണുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് പകരം യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പിന്തുടരുക. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പിന്തുടർന്നിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ആ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പൊ കാലലൗലാദു കുട്ടികൾ പറഞ്ഞു, ഞാൻ അതെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ആറാമത്തേത്, അപ്പൊ അഞ്ചാമത്തേത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് നബി അലൈഹി സ്വലാമിനെ എന്താക്കിയിരിക്കുന്നു? പിന്തുടർന്നിരിക്കുന്നു. എന്തിൽ? വിശ്വസ്തയുടെ കാര്യത്തിലും ചാരിത്ര ശുദ്ധിയിലും അവൻ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പിന്തുടർന്നിരിക്കുന്നു. അങ്ങനെയുള്ള ഒരുത്തനിക്കും അർശിന്റെ തണലുണ്ട്. ആറാമത്തേത് ഒരു പുരുഷൻ അവൻ സ്വതക്ക ചെയ്തിരിക്കുന്നു, ദാനം നൽകിയിരിക്കുന്നു. ഒരു ദാനം കൊണ്ട് അവൻ ദാനം ചെയ്തിരിക്കുന്നു, ഒരു ദാനം നടത്തിയിരിക്കുന്നു. ആ സ്വതക്കയെ അവൻ മറച്ചു വെച്ചിരിക്കുന്നു. അവൻ മറച്ചു വെച്ചിരിക്കുന്നു. ആ സ്വതക്കയെ അവൻ മറച്ചു വെച്ചിരിക്കുന്നു. എത്രത്തോളം? അവന്റെ ഇടത്തെ കൈ അറിയുകയില്ല. അവന്റെ വലത്തെ കൈ
ചിലവഴിച്ച ഒന്ന് അവന്റെ ഇടത്തെ കൈ പോലും അറിയില്ല. അത്രത്തോളം അവന് ആ സ്വതക്കയെ മറച്ചു വെച്ചിരിക്കുന്നു. അല്ലാതെ 10 രൂപ കൊടുത്ത് എന്നിട്ട് 100 രൂപ 10 രൂപ ചിലവ് ഒരാൾക്ക് ദാനം നൽകി എന്നിട്ട് 100 രൂപയുടെ ഫ്ലെക്സ് അടിച്ച് വെച്ചവനല്ല. മനസ്സിലായോ? അപ്പൊ എന്ത് എന്നിട്ട് എന്ത് ചെയ്തു? അവന്റെ ഈ വലത്തെ കൈ ചെയ്ത ഒരു കാര്യം അവന്റെ ഇടത്തെ കൈ പോലും അറിഞ്ഞിട്ടില്ല. അങ്ങനെ എന്താക്കിയിരിക്കുന്നു? അവൻ ആ സ്വതക്കയെ മറച്ചു വെച്ചിരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ഒരു ദാനം ചെയ്യുന്നവർക്കും എന്തുണ്ട്? അള്ളാഹുവിന്റെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ തണൽ ഉണ്ട് എന്ന് പറയുന്നു. അത് ഏത് ഇങ്ങനെ വലത്തെ കൈ ദാനം നൽകിയ ഇടത്തെ കൈ പോലും അറിയില്ല എന്ന അങ്ങനെ സ്വതക്ക ചെയ്ത ഒരാൾ അങ്ങനെയുള്ള പുരുഷനാകുന്നത് മിഥുൽ ജദ്ദിക്കും നിങ്ങളുടെ ഉപ്പാപ്പയെ പോലെയാകുന്നു. നിങ്ങളുടെ ഉപ്പാപ്പുണ്ടല്ലോ, അദ്ദേഹം ഇത്തരക്കാരിൽപ്പെട്ടവനായിരുന്നു. മിഥുൽ ജദ്ദിക്കും അത് നിങ്ങളുടെ ഉപ്പാപ്പയെ പോലെയുള്ള ഒരാളാണ്. തീർച്ചയായും ഞങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ അറിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ഗുണത്തെ. മനസ്സിലായോ? തീർച്ചയായും നമ്മൾ അറിഞ്ഞിട്ടില്ല. തീർച്ചയായും നമ്മൾ അറിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ഗുണം. അദ്ദേഹത്തിന്റെ ഗുണം നമ്മൾ അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ നന്മയെയും നമ്മൾ അറിഞ്ഞിട്ടില്ല. ആരിലേക്കുള്ള? ഇലൽ മസാകീനി, മിസ്കീന്മാരിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഗുണം ചെയ്യലും നന്മയും ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. പിന്നെ ആരിലേക്കും ബലഹീനതർക്കുള്ള, മനസ്സിലായോ? ബലഹീനർക്കുള്ള അദ്ദേഹത്തിന്റെ നന്മ ചെയ്തു കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യം. പിന്നെ ആർക്കും? മിനൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ദരിദ്രർക്കും പിന്നെ മിസ്കീന്മാർക്കും ഒക്കെ അവർ അദ്ദേഹം ചെയ്ത നന്മയെ നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴല്ലാതെ ഇല്ല അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷമല്ലാതെ അദ്ദേഹത്തിന്റെ ഈ സത്കർമ്മങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടില്ല. കിയവികൾ, മനസ്സിലായോ? അജായിസ് കിയവികൾ എന്തായിരിക്കുന്നു? വന്നിരിക്കുന്നു. കിയവികൾ വന്നിരിക്കുന്നു. കിയവികൾ വന്നിരിക്കുന്നു. പിന്നെ ആരും? വൽ അറാമിലു, അറാമിൽ എന്ന് പറഞ്ഞാൽ വിദുരൻ. വിദുരൻ എന്ന് പറഞ്ഞാൽ ഭാര്യ മരിച്ചുപോയ ആൾക്കാര്. മനസ്സിലായോ? സ്വന്തക്കാരില്ലാത്തവര്, അത്തരക്കാരും എന്തായിരിക്കുന്നു? വന്നിരിക്കുന്നു. അഥവാ സ്വന്തം കുടുംബത്തിലുള്ള എല്ലാവരും എന്തായിരിക്കുന്നു? മരിച്ചുപോയി, അല്ലെങ്കിൽ അവരൊക്കെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. അങ്ങനെയുള്ള ഒറ്റപ്പെട്ട് കിടക്കുന്നയാളും വന്നിരിക്കുന്നു. എങ്ങനെ? അദ്ദേഹത്തെ ഓർത്ത് അദ്ദേഹത്തിന് വേണ്ടി കരയുന്നവരായിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ വഫാത്ത് അറിഞ്ഞുകൊണ്ട്, മരണവാർത്ത അറിഞ്ഞുകൊണ്ട് വിതുമ്പുന്നവരായിക്കൊണ്ട് അറാമിലും അജായിസും ഒക്കെ വന്നിരിക്കുന്നു. അവരെന്താകുന്നു? സ്മരിക്കുന്നു. അദ്ദേഹത്തിന്റെ നല്ല നല്ല കാര്യങ്ങൾ എന്താകുന്നു? അവര് സ്മരിക്കുന്നു. ഇങ്ങനെ പറയുന്നു. അവരിങ്ങനെ പറയുന്നു. നിങ്ങളുടെ പിതാവ് ചെയ്ത നല്ല നല്ല കാര്യങ്ങളെ കുറിച്ച് അവര് വാദോരാതെ സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഗുണങ്ങളെ കുറിച്ചും അവര് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വ്യക്തികൾ എന്തായിരിക്കുന്നു? എനിക്ക് എന്നോട് വാർത്ത പറഞ്ഞിരിക്കുന്നു. ഈ നമ്മുടെ ഗ്രാമത്തിൽ നിന്നുള്ള ധാരാളം അഷ്റാഫുകൾ എന്തായിരിക്കുന്നു? നല്ല നല്ല വ്യക്തികൾ എന്നോട് വാർത്ത അറിയിച്ചു തന്നിരിക്കുന്നു. അന്നഹു, തീർച്ചയായും അദ്ദേഹം നിങ്ങളുടെ ആ പ്രപിതാവ്, നിങ്ങളുടെ ഉപ്പാപ്പ അവനായ അദ്ദേഹമായിരുന്നു യുവാസിഹിം, അവരെ സമാധാനിപ്പിക്കുന്നവരായിരുന്നു. സമാധാനിപ്പിക്കുന്നവരായിരുന്നു. മനസ്സിലായോ? അവരെ സമാധാനിപ്പിക്കുന്നവരായിരുന്നു. എല്ലാ മാസത്തിലും അവരോട് അവർക്ക് എത്തിച്ചു കൊടുക്കും. നല്ല നല്ല കാര്യങ്ങൾ എന്താകും? ചെയ്തു കൊടുക്കും. അവരെ ചേർക്കും. എങ്ങനെ? നല്ല നല്ല കാര്യങ്ങളെ കൊണ്ട് ചേർക്കും. എല്ലാ മാസത്തും, അഥവാ
അവർക്ക് ചെയ്തു കൊടുക്കും. മനസ്സിലാകും. അവർക്ക് അവരെ ചേർക്കും, ബിമാറൂഫി നല്ല നല്ല കാര്യങ്ങളെ കൊണ്ട് അവരോട് ബന്ധം ചേർക്കും. കുല്ലശഹരിൻ എല്ലാ മാസവും എന്ന തീയതി ആവുമ്പോഴേക്ക് എന്തെങ്കിലും ഒന്ന് അവർക്ക് ചെയ്തു കൊടുക്കും. എത്തിച്ചു കൊടുക്കും. പൈസയായോ അല്ലെങ്കിൽ വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് യസിലും അവരെ ചേർക്കും. കുല്ലബിമാറൂഫി നല്ല നല്ല കാര്യങ്ങളെ കൊണ്ട് എന്താകും അവരോട് ചേരും. കുല്ലശഹരിൻ എല്ലാ മാസത്തിലും. വലഞ്ഞായാലും നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മൾ അറിഞ്ഞിട്ടില്ല ആരൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. മനസ്സിലായോ? വലഞ്ഞായാലും നമ്മൾ അറിഞ്ഞിട്ടില്ല ആ കാര്യം നമ്മൾ ഇങ്ങനെ കുടുംബബന്ധങ്ങളൊക്കെ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് ആരൊക്കെയാണെന്ന് പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല. അത്രത്തോളം അദ്ദേഹത്തിന്റെ വലം കൈ ചെയ്ത കാര്യങ്ങൾ ഇടം കൈ അറിയാതെ അദ്ദേഹം എന്തായിരിക്കുന്നു മറച്ചു വെച്ചിരിക്കുന്നു. സ്വന്തം കുടുംബക്കാർ പോലും അറിയുന്നില്ല. എന്നിട്ടുള്ള നാട്ടുകാരും ജില്ലയിലുള്ളവരൊക്കെ അറിയേണ്ടത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ പോലും ആ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇനി ലാസ്റ്റ് 7ാമത്തെ കാര്യം, ഒരു പുരുഷനാകുന്നു ഒരു പുരുഷനാകുന്നു അവൻ അല്ലാഹുവിനെ ഓർത്തിരിക്കുന്നു. എന്നിട്ട് ഖാലിയൻ ഒഴിഞ്ഞവനായിക്കൊണ്ട് ഒഴിഞ്ഞവനായിക്കൊണ്ട് എന്തായിരിക്കുന്നു അവൻ അല്ലാഹുവിനെ ഓർത്തിരിക്കുന്നു. അല്ലാതെ സദസ്സിലിരുന്ന് സ്റ്റേജ് കെട്ടി അതിൽ അല്ലാഹുവിനെ ഇരുന്ന് ഓർത്ത് എന്നിട്ട് നാലാള് കാണാൻ വേണ്ടി അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരയുന്നവനല്ല. അള്ളാഹുവിനെ ഏകാന്തതയിൽ വെച്ച് ഓർത്ത് ആരുമില്ലാത്ത പാതിരാക്ക് എല്ലാവരും ഉറക്കിലായിരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹുവിനെ കുറച്ച് ദിക്റും സലാത്തൊക്കെ ചൊല്ലി എന്നിട്ട് കരഞ്ഞിരിക്കുന്ന ഒരു, മനസ്സിലായോ? അങ്ങനെയുള്ള അഥവാ ആരും കാണാത്ത അവസ്ഥയിൽ അള്ളാഹുവിനെ ഓർത്ത് സ്മരിച്ച് അവന്റെ കണ്ണുനീർ എന്താകുന്നു വീഴുന്നു. അങ്ങനെയുള്ള ഒരുത്തൻ അവനിക്കും അള്ളാഹുവിന്റെ അർശിന്റെ തണലുണ്ട്. കാലയവലാതെ കുട്ടികൾ പറഞ്ഞു അമ്മാനൻ അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ പരിശ്രമിക്കും. ജമീഅൻ നമ്മൾ മൊത്തത്തിൽ പരിശ്രമിക്കും. എല്ലാവരും പരിശ്രമിക്കും. അന്നകൂന ശുബ്ബാനൻ യുവാക്കളാവാൻ. മനസ്സിലായോ? ശാബ് ശുബ്ബാൻ യുവാക്കളാവാൻ നമ്മൾ പരിശ്രമിക്കും. അന്നകൂന ശുബ്ബാനൻ യുവാക്കളാവാൻ നമ്മൾ പരിശ്രമിക്കും. എങ്ങനത്തെ യുവാവ്? അള്ളാഹുവിന്റെ മാർഗത്തിലായിക്കൊണ്ട് ജീവിതം അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന യുവാക്കളാവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കും. ഇത് നമ്മൾ പരിശ്രമിക്കും. ഇതല്ലാത്തതും അള്ളാഹുവിന്റെ മാർഗത്തിൽ കാര്യങ്ങൾ ചെയ്ത് മാത്രം ജീവിക്കുന്നവരാണോ? അല്ല. അതല്ലാത്ത മറ്റു അള്ളാഹുവിനെ ഓർത്ത് കണ്ണുനീരുകൾ ഇരിക്കുന്ന യുവാവ്, ഹൃദയം പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന യുവാവ്, അങ്ങനെ അതുമല്ലാത്തതുമായ മറ്റു കാര്യങ്ങളിൽ നല്ല നല്ല കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെടുന്ന യുവാക്കളാവാനും നമ്മൾ പരിശ്രമിക്കും. നമ്മൾ പരിശ്രമിക്കും. നേരത്തെ പറഞ്ഞത് ആ യുവാവാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇബാദത്തിലായിക്കൊണ്ട് ജീവിക്കുന്ന യുവാവ്, അല്ലെങ്കിൽ അതല്ലാത്ത മറ്റു ആളുകളുണ്ടല്ലോ ഇമാമുനാദിൽ, അതൊക്കെ ആവാൻ നമ്മൾ പരിശ്രമിക്കും. മിനൽ ഫളാഇലി ഈ ശ്രേഷ്ഠതയിൽ എത്തിക്കുന്ന 6 വിഭാഗമുണ്ടല്ലോ, 6 വിഭാഗം ആവാൻ നിങ്ങൾ പരിശ്രമിക്കും. അഥവാ മൊത്തം 7 വിഭാഗം. നമ്മളായേക്കാം നമ്മുടെ ഉപ്പ നമ്മളായേക്കാം നമ്മൾ ഒരുമിച്ച് കൂട്ടിയാൽ ശ്രേഷ്ഠതയിൽ നിന്ന് ഒന്നിനെ നമ്മൾ എത്തിച്ചാൽ ഒരു കാര്യത്തെ എത്തിച്ചു. അപ്പോൾ നമ്മളാകും നമ്മൾ എത്തിക്കും. ആ ഒരു കാര്യം കൊണ്ട് നമ്മൾ എത്തിക്കും. മനസ്സിലായോ? നമ്മൾ ഒരുമിച്ച് കൂട്ടിയാൽ അതിൽ നിന്ന് ഈ കാര്യത്തിൽ നിന്ന് ഒരു ഒരു നല്ല നല്ല കാര്യത്തെ നമ്മൾ എത്തിച്ചാൽ ആ ഒരു കാര്യം കൊണ്ട് നമ്മൾ എത്തിക്കും. ഒരു പ്രത്യേകമായ ഒരു സ്ഥലം, ഒരു ഇരിപ്പിടം നമ്മൾ അർശിന്റെ തണലിൽ നമുക്ക് ലഭിക്കുമല്ലോ. ഒരു സ്ഥാനം എത്തിച്ചാൽ നമുക്ക് ഒരു സ്ഥലം ലഭിക്കും. അങ്ങനെയെങ്കിൽ ഒരു കാര്യത്തെ നമ്മൾ എത്തിച്ചാൽ ആ കാര്യം കൊണ്ട് നമുക്ക് ലഭിക്കും, നേടാം. ഒരു പ്രത്യേകമായ ഒരു ഇരിപ്പിടം നമുക്ക് അർശിന്റെ തണലിൽ ലഭിക്കുന്നതാണ്. നമുക്കൊരു സ്ഥലം ലഭിക്കുന്നതാണ്. അപ്പോ വ്യത്യാസം
യഅതി ബിഫളായില. അപ്പോൾ ഫഫർഖുൻ, അപ്പോൾ വ്യത്യാസം, ബൈന മൻ യഅതി ബിഫളീല, ഒരു ശ്രേഷ്ഠത എത്തിച്ചവൻ. ഏത്? ഈ 7 ശ്രേഷ്ഠതകൾ ഉണ്ടല്ലോ, അതിൽ നിന്നും ഒരു ശ്രേഷ്ഠത എത്തിച്ച ഒരുത്തൻ, അവനിക്കും ഒരു മക്കാന് ലഭിക്കും. പിന്നെ ഒരുത്തൻ ബൈന മൻ യഅതി ബിഫളായില, ഈ 3 കാര്യം അല്ലെങ്കിൽ 7 കാര്യം, മനസ്സിലായോ? ആ എല്ലാ ശ്രേഷ്ഠതയും എത്തിച്ച ഒരുത്തൻ, അവർക്കിടയിലുള്ള വ്യത്യാസം എന്താണ് പിതാവേ? അവർക്കൊരു നാളെ ലഭിക്കുന്നോ? പിന്നെ ഒരു കാര്യം, ഒരു ഇബാദത്തായി കൊണ്ട് ജീവിച്ച ഒരു പുരുഷൻ, അല്ലെങ്കിൽ റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പുരുഷൻ, പിന്നെ ഈ 7 കാര്യങ്ങളും എത്തിച്ച ഒരു പുരുഷൻ, ഈ 2 പേർക്കും ഇടയിലുള്ള വ്യത്യാസം എന്താണ് പിതാവേ എന്ന് നമുക്ക് പറഞ്ഞു തരൂ. മനസ്സിലായോ? വ്യത്യാസം ആർക്കിടയിലുള്ള ബൈന മൻ യഅതി ബിഫളീല, ഈ ഒരു ശ്രേഷ്ഠത എത്തിച്ച ഒരുത്തൻ, പിന്നെ ബൈന മൻ യഅതി ബിഫളായില, ഈ 7 ശ്രേഷ്ഠതകളും ഒരുമിച്ച് കൂട്ടി യോജിപ്പിച്ച ഒരു പുരുഷൻ, ഇവർക്ക് തമ്മിലുള്ള വ്യത്യാസം എന്താണ് പിതാവേ? അപ്പൊ സുലൈമാൻ പിതാവ് പറഞ്ഞു, എന്റെ അത് അപ്രകാരമാകുന്നു. ഇന്നല്ലാഹ, എന്താണ് കാരണം? ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ, സൽക്കർമ്മം ചെയ്യുന്നവരുടെ പ്രതിഫലത്തെ അല്ലാഹു തആല നഷ്ടപ്പെടുത്തുകയില്ല. ആരെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്താൽ അതിനുള്ള പ്രതിഫലം എന്താകുന്നു? അല്ലാഹു അവനിക്ക് നൽകും. വലാ തുദ്ലമു നഫ്സുൻ ശൈആ, ഒരു ശരീരത്തെയും ഒരു ആത്മാവിനെയും എന്താവുകയില്ല, ആക്രമിക്കപ്പെടുകയില്ല. മനസ്സിലായോ? അഥവാ ഒരു നന്മ ആരെങ്കിലും ചെയ്താൽ അതിനുള്ള പ്രതിഫലം അല്ലാഹു നൽകും. മനസ്സിലായോ? അത് ഈ ഇന്നത് എനിക്ക് കിട്ടിയല്ലോ, അതുകൊണ്ട് തൃപ്തിപ്പെട്ടോ എന്ന് പറയൂല. അവർക്ക് അർഹമായ കാര്യങ്ങളൊക്കെ അല്ലാഹു ചെയ്യുന്നതാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ സംശയം ചോദിക്കുക, ഈ 7 കാര്യങ്ങളും പഠിച്ച് മനഃപ്പാടമാക്കി വെക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു ചോദിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.